കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മാർട്ടിൻ ജോർജ്, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും ഒരു മൊബൈൽ ഫോൺ പിടികൂടിയിരിക്കുകയാണ്. അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിനെ കുറിച്ച് പലപ്പോഴായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അവിടെ ജയിൽ പുള്ളികളാണ് ഈ സെൻട്രൽ ജയിൽ ഭരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. പലപ്പോഴും ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും മൗനിയായിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ഇതാ ഫോൺ പിടികൂടിയിരിക്കുകയാണ്. ഇതിനു മുമ്പും കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങളും അവിടെ വിൽപ്പന നടക്കുന്നുള്ള കാര്യം ഗോവിന്ദചാമി അടക്കം പറയുന്നുണ്ടായിരുന്നു. പണം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം ലഭിക്കും എന്നുള്ളൊരു കാര്യം അടക്കം. അപ്പോഴാണ് ഇപ്പോൾ ഒരു ഫോണും കൂടെ പിടികൂടിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഒരു അവസ്ഥ? ഇവിടെ കണ്ണൂർ സെൻട്രൽ ജയിലില് CPM-കാരുടെ ഒരു താവളമാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടുത്തെ ജീവനക്കാര് തടവുകാരും അവിടുത്തെ തടവുകാര് അവിടുത്തെ ജീവനക്കാരും എന്ന നിലയിലാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഫോണ് മാത്രമല്ല, മറ്റെല്ലാ സൗകര്യങ്ങളും ആ സെൻട്രൽ ജയിലില് സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഗോവിന്ദസ്വാമിയുടെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി പറഞ്ഞത് കേട്ടില്ലേ? ദിവസങ്ങൾ എടുത്തിട്ടാണ് ഈ സെൻട്രൽ ജയിലിലെ റൂമിൽ നിന്നും ഇറങ്ങാനുള്ള സാഹചര്യം അവിടെ ഒരുക്കിയത്. അപ്പൊ ഇത്രയും കാലം അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ എവിടെയായിരുന്നു? ആരാണ് സൗകര്യം ഒരുക്കി കൊടുത്തത്? ഈ ഫോൺ വരുന്നത് എങ്ങനെയാണ്? ഇത് പലതവണയായി പിടിക്കപ്പെട്ടിട്ടും സമഗ്രമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നോ മറ്റു ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല. അതിന് കാരണം എന്താണ്? ആരാണ് ഇതിന്റെ അഡ്വൈസറി ബോർഡ് മെമ്പർ? അത് മാത്രം എടുത്ത് ചിന്തിച്ചാൽ പോരെ. അഡ്വൈസറി ബോർഡ് മെമ്പർ എന്ന് പറയുന്ന P. ജയരാജൻ അവിടെ കൊലയാളികൾ സെൻട്രൽ ജയിലിൽ വരുമ്പോൾ അവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ഒരാളാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശ സമിതി അംഗം എന്ന് പറയുമ്പോൾ അവിടെ മൊബൈൽ ഫോൺ അല്ല, അവിടെ എല്ലാ സംഭവങ്ങളും അവിടെ ലഭിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭരണാധികാരികൾക്ക് തന്നെയും അവരുടെ ഒരു താവളമായിട്ടൊക്കെ കണ്ണൂർ സെൻട്രൽ ജയിൽ മാറും. നമുക്കറിയാം, ജയിലുകളൊക്കെ തന്നെയും പലപ്പോഴും അതൊരു ആളുകൾക്കൊക്കെ തന്നെ ഒരു പരിവർത്തനം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ജയിൽ പുള്ളികൾക്കൊക്കെ ഒരു മനമാറ്റമൊക്കെ സംഭവിക്കേണ്ട ഒരു ശാലകളായി മാറണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്നത് മതിയായ ഉദ്യോഗസ്ഥരടക്കമാണ് ഈ ജയിലുകളിൽ ഇല്ലാത്തത്. ഇതൊക്കെ തന്നെ ഒരു പോരായ്മ തന്നെയാണ്. മതിയായ ഇത്രയും ഉള്ള ജയിൽ പുള്ളികൾക്ക് അല്ലെങ്കിൽ ഇത്രയും തടവുകാർക്ക് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഇല്ല. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം, അത് ജയിലിൽ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഈ PSC റാങ്ക് ലിസ്റ്റിലൊക്കെ സംഭവങ്ങൾ ഉണ്ട് എങ്കിലും ആരെയും എടുക്കാതെ പിന്നാമ്പുറ നിയമനങ്ങൾ നടത്തി CPM-ന്റെ ആൾക്കാരെ താൽക്കാലിക ജീവനക്കാരായി വെച്ചുകൊണ്ടാണ് സെൻട്രൽ ജയിലായാലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് വഴിവിട്ട നടപടികൾ നടത്തുവാൻ വേണ്ടി സാധിക്കുന്നു. അവരുടെ താല്പര്യക്കാരെ മാത്രം എടുക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ ഇതൊക്കെ നടന്നാലും ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ? സത്യസന്ധമായ ഒരു അന്വേഷണം ഈ ജയിലിന്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ? ഇതിപ്പോൾ മാത്രമല്ലല്ലോ, എത്ര കാലമായി നടക്കുന്ന കേസാണ്. ഏതോ ഫോണിന്റെ കാര്യമല്ലല്ലോ. സുഹൈൽ കേസിലെ ശിക്ഷിക്ക് പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് അവിടെ എന്തെല്ലാം സൗകര്യം ഒരുക്കി കൊടുത്തു, പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സൗകര്യം അവിടെ ഒരുക്കി കൊടുത്തു. എന്നിട്ട് എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്? അപ്പൊ ഇതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ദയനീയം എന്നല്ല, പരമദയനീയമായ ഒരവസ്ഥയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയും അത് മാറ്റം വരുമെന്നുള്ള ഒരു വിശ്വാസവും ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണല്ലോ ഇത്തരക്കാരെ അഡ്വൈസറി ബോർഡ് മെമ്പർമാരായിട്ട് ജയിലിൽ വെക്കുന്നത്. CPM-ന് ഇക്കാര്യത്തിൽ നല്ലൊരു നിലപാടുണ്ട് എങ്കിൽ, ഗവൺമെന്റ് ഉണ്ട് എങ്കിൽ, ഇങ്ങനെയുള്ള ഒരാളെ അവിടെ ജയിലിലെ അഡ്വൈസറി ബോർഡ് മെമ്പറായിട്ട് വെക്കുവോ? വളരെ നന്ദിയുണ്ട് ശ്രീ മാർട്ടിൻ ജോർജ് അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.